ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ഫാഷനും അതുപോലെ തന്നെ നല്ല സേഫ്റ്റി ആയിട്ടുള്ളൊരു ക്ലോത്ത് മാസ്ക് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തയ്യലൊന്നും അറിയണ്ട കേട്ടോ, അല്ലാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ശ്വാസം കിട്ടുന്നൊരു പ്രോബ്ലവും ഈ ഒരു മാസ്ക് വയ്ക്കുവാണെങ്കിൽ ഇല്ല. നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ശ്വാസം മുട്ടൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റെക്റ്റാങ്കുലർ പീസിലുള്ളൊരു രണ്ട് ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരേപോലത്തെ സൈസിൽ രണ്ട് തുണിയും മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ തുണിയുടെ നീളം എന്ന് പറയുന്നത് 34 സെൻറ്റിമീറ്ററാണ്. അതുപോലെ ഇതിൻ്റെ വീതി 15 സെൻറ്റിമീറ്ററാണ്. അപ്പം നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചെടുത്താൽ മതിയാകും. ഇതിപ്പം വലിയവരുടെ സൈസാണ് പറയുന്നത്. 35 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ ഈ ഒരു സൈഡ്, ഈ ഒരു ചെറിയ സൈഡ് 15 സെൻറ്റിമീറ്റർ. അപ്പം 34, 15 ഈ ഒരു അളവിൽ എടുത്താൽ മതിയാവും. കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അതുപോലെ രണ്ട് തുണിയും ഒരേ സൈസിൽ എടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മടക്കി ഒന്ന് വെക്കണം. മടക്കി വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഒക്കെ സിമ്പിളാണ്, ഒരുപാട് കട്ടിങ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു ഷേപ്പിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെയൊന്ന് പിടിക്കണം. അപ്പോൾ പ്ലേറ്റ് പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡാണ് ഇനി കട്ട് ചെയ്ത് കളയേണ്ടത്. ഈ ഒരു മിഡിൽ മടക്കി വെച്ച ഭാഗമല്ല, മറ്റേ രണ്ട് സൈഡുകളും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് വരച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് മാസ്ക് നമ്മൾ വെക്കുമ്പോൾ ആ ഒരു രണ്ട് സൈഡും ഒന്ന് കുറച്ച് വീതി കുറഞ്ഞ് വരണം. ആ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം ഒരു പെൻസിലോ ഒരു ചെറിയ ക്രയോൺസോ എന്തെങ്കിലും വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത്രയും ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ആ മിഡിൽ ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു സൈഡ് മാത്രം നല്ല ഷേപ്പിന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെയാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. ഇപ്പോൾ കറക്റ്റ് ഇതിപ്പം ഷേപ്പായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സൈഡ്, രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്യണം. ഒരു താഴത്തെ ഭാഗവും കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ ഒരു മടക്കം കൊണ്ട് ഇട്ടാൽ ഒറ്റ പ്രാവശ്യമായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമേ വരുള്ളൂ. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ കട്ടി കൂടുമ്പോൾ കട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ നൂത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ രണ്ട് സൈഡും ഞാൻ ഒരുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെയാണ്. അപ്പോൾ രണ്ട് തുണിയും ഒരുമിച്ച് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് കോണിച്ച് വരും. അപ്പം ഇതാണ് നമ്മുടെ മാസ്കിനുള്ള ഒരു മെയിൻ പാറ്റേൺ. ഇനി നമ്മൾ ഇതിലാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പുറമെയാണ് നല്ലൊരു ഭാഗം വെച്ചിരുന്നത്, ആ ഒരു ചീത്ത ഭാഗമാണ് ഉള്ളിൽ വെച്ചിരുന്നത്. ഇനി നമുക്കത് മാറ്റണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ലെയർ ക്ലോത്ത് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് മുകളിൽ വെച്ചിരിക്കുന്നത്, നല്ല പ്രിൻ്റുള്ള ഭാഗം. ഇനി നമ്മളിത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ കഴിഞ്ഞ ഞാനൊരു മാസ്ക് ഇട്ടിരുന്നു. അപ്പോൾ അത് ഇത് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ കഴുകുമ്പോൾ ഇളകി പോവില്ലേ എന്ന്. ഇല്ല കേട്ടോ, ഇത് കഴുകിയാലും ഇളകി പോകില്ല. ഇത് തുണിക്ക് വേണ്ടി മാത്രമുള്ള ഗ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സിലൊക്കെ സ്റ്റോണും അങ്ങനെയുള്ളതൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ ഇത് ഒട്ടിച്ചാൽ ഇത് ഇളകി പോകാറേ ഇല്ല. നമ്മൾക്ക് എത്ര കഴുകിയാലും മെഷീൻ വാഷ് ചെയ്താൽ പോലും ഇത് ഇളകിപ്പോവില്ല. അത്രയ്ക്ക് നല്ലതാണ്. ഇതിന് പകരമായിട്ട് നമ്മൾ ഗൺ ഗ്ലൂ യൂസ് ചെയ്യാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗൺ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അത് ഇളകിപ്പോവും, അതുപോലെ വൃത്തികേടും ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഫാബ്രിക് ഗ്ലൂ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഗ്ലൂ എല്ലായിടത്തും തേച്ചിട്ടുണ്ട്. കുറച്ച് ഒരു ഇഞ്ച് ഭാഗത്ത് മാത്രം തേക്കാതെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ഒരു ഇഞ്ച് സൈഡിൽ ഭാഗത്ത് മാത്രം തേക്കാതെ ബാക്കിയുള്ള ഭാഗത്ത് ഗ്ലൂ തേച്ചതിന് ശേഷം മുകളിലത്തെ പാർട്ടിൽ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പം നല്ല ഭാഗങ്ങൾ രണ്ടും ചേർത്ത് വെച്ച് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ചീത്ത ഭാഗമാണ് രണ്ട് സൈഡിലും വെളിയിൽ ഇരിക്കുന്നത്. ചീത്ത ഭാഗം എന്ന് പറയുന്നത് പ്രിൻ്റ് ഡള്ളായിട്ടുള്ള ഭാഗം, നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ അതിൻ്റെ അടിഭാഗമില്ലേ, അത് തന്നെയാണ്. അപ്പം ഇത് ഒട്ടിച്ചതിന് ശേഷം ഒരു 3-4 മണിക്കൂറെങ്കിലും ഡ്രൈ ആവാൻ വെക്കണം. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മളിത് തിരിച്ചിടാനൊക്കെ പാടുള്ളൂ. അപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നല്ലതായിട്ട് ഡ്രൈ ആവും. പിന്നെ ആ ഒരു ഗ്ലൂവിൻ്റെ ആ ഒരു വെള്ള കളറൊന്നും നമ്മളിതിൽ കാണില്ല. ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ആണിത്. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ഗ്ലൂ തേച്ചാലും കാണാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഇനി നമ്മൾ ഗ്ലൂ തേക്കാതെ വിട്ട ഭാഗമില്ലേ, ആ ഭാഗത്തത് വിരലിട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം തിരിച്ചൊന്നെടുക്കണം. അപ്പോൾ കൈ ഒന്ന് അകത്തേക്ക് കയറ്റിയതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. നല്ല സ്ഥലമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റും.
അതുപോലെ നിങ്ങൾ ഗ്ലൂ തേക്കുന്ന സമയത്ത് ഒട്ടും പിശുക്ക് കാണിക്കാതെ നന്നായിട്ട് തന്നെ ഗ്ലൂ പുരട്ടിയിട്ട് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഗ്ലൂ തേച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ എത്ര കഴുകിക്കഴിഞ്ഞാലും ഇത് ഇളകിപ്പോയില്ല. അപ്പം കഴിഞ്ഞ മാസ്ക് ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ മോഡൽ മാസ്ക് കാണിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതാ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി തിരിച്ചിടുമ്പോൾ നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് വരാം. നന്നായിട്ട് തിരിച്ചിട്ടതിന് ശേഷം സൈഡുകൾ പിടിച്ച് വെച്ച് അയൺ ചെയ്തെടുത്തതാണ്. നന്നായിട്ട് അയൺ ചെയ്തെടുത്താലേ നമുക്ക് കറക്റ്റ് ഇത് ഓരോ മോഡലിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അയൺ ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാൻ. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ മിഡിൽ പാർട്ട് കണ്ടുപിടിക്കണം, സൈഡ് പാർട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എവിടം വരെയാണ് നമ്മൾ ഫ്ലീറ്റ്സ് ഇടേണ്ടതെന്ന് തീരുമാനിക്കണം. അപ്പോൾ സൈഡിൽ നമ്മൾ ആ കോണിച്ച് വെട്ടിയ ഭാഗമില്ലേ, അവിടെ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ കോണിച്ച് വെട്ടിയ ഒരു 1.5 ഇഞ്ച് ഭാഗം, അത്രയും ഭാഗം വിട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഒന്ന് ഫ്ലീറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ ആ വിടേണ്ട ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുക്കുക. കൈ വെച്ചിട്ട് ഫ്ലീറ്റ്സ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഷേപ്പിൽ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് തയ്യലൊന്നും അറിയാത്ത സാധാരണ ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മാസ്കാണ്. ഞാൻ തയ്യലൊന്നും പഠിച്ചിട്ടില്ല. അപ്പം സിമ്പിളായിട്ട് ഒരു മാസ്ക് നല്ല ഭംഗിയുമാണ്. നമ്മൾ വെക്കുന്ന സമയത്ത് ആ ഒരു പുകയൊക്കെ വന്നിട്ട് മൂക്കിലോ അല്ലെങ്കിൽ കണ്ണടയിലൊന്നും നിറയുന്ന ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു ശ്വാസം വിട്ട് നമ്മൾ മാസ്ക് വെച്ചെന്ന് പോലും തോന്നില്ല ഈ ഒരു മാസ്ക് വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ മാസ്ക് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഷേപ്പിൽ ഫ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്ലീറ്റ് എടുത്തതിന് ശേഷം ഒരു പിൻ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ 2-3-4 ഫ്ലീറ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പിൻ ചെയ്യുവാണ് ആ കറക്റ്റ് ഷേപ്പിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മെഷീനിൽ തയ്ക്കണമെന്നുള്ളവർക്ക് അങ്ങനെ തയ്ക്കാം കേട്ടോ. ഞാനിപ്പം പിൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. മെഷീനിലുള്ള തയ്ക്കുന്നത് കൈത്തയ്യൽ വെച്ചിട്ടാണ് ആ ഒരു ഫ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒരു കുഞ്ഞു ഫ്ലീറ്റ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മൾ അധികം കാണാത്ത ഒരു സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതായത് പുറമേ നോക്കുമ്പോൾ കാണാതെ, അപ്പോൾ ഉള്ളിൽ നിന്ന് അകത്ത ഭാഗത്ത് നിന്ന് ഇതുപോലെ നൂല് വലിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു ആ ഫ്ലീറ്റ് ജോയിൻ ചെയ്യുന്ന ഭാഗമില്ലേ, അപ്പോൾ അവിടെ മാത്രം ഇങ്ങനെ സൂചിയും നൂലും വെച്ചിട്ട് ജോയിൻ ചെയ്താൽ മതിയാവും. അപ്പം പുറമേ കാണുന്ന ഭാഗത്ത് സ്റ്റിച്ച് കാണത്തേ ഇല്ല, ഉള്ളിൽ മാത്രം ചെറുതായിട്ട് സ്റ്റിച്ച് കാണും. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ കീറുമ്പോൾ തയ്ക്കില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് തയ്യലൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് തയ്ക്കുക. അപ്പം ഞാൻ ആ ഫ്ലീറ്റ് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നത്. ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഞാൻ തയ്ക്കുന്നത്. 2 സൈഡിലും അതുപോലെയുള്ള ഭാഗത്ത് മാത്രം തയ്യലിട്ട് കൊടുത്താൽ മതി. മെഷീനുള്ളവർക്ക് ഒറ്റയായിട്ട് അടിച്ച് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡ് ഞാൻ ഫുള്ള് ഫ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തെ ഭാഗം കൂടെ ഫ്ലീറ്റ് എടുക്കണം. അപ്പോൾ താഴത്തെ ഭാഗം ഞാൻ തിരിച്ചാണ് ഫ്ലീറ്റ് എടുക്കുന്നത്. അതായത് മുകൾ ഭാഗം ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ഫ്ലീറ്റ് ചെയ്തതെങ്കിൽ താഴെ ഭാഗം റൈറ്റിലോട്ട് ഫ്ലീറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ മാസ്ക് പൊങ്ങി നല്ല ഭംഗിക്ക് ഇരിക്കുക. ഒരു സൈഡിലോട്ട് തന്നെ ഫ്ലീറ്റ് എടുത്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഒരു സൈഡിലോട്ട് അങ്ങ് ആയിപ്പോവും ഫ്ലീറ്റ്സ് എല്ലാം കൂടെ. ഇപ്പോൾ കുഞ്ഞൊരു സാധനമാണല്ലോ ഈ മാസ്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ ഫ്ലീറ്റ് എടുക്കണം. അപ്പോൾ 2 സൈഡിലേക്കാകുമ്പോൾ നല്ല പഫ് പോലെ, നല്ല പൊങ്ങി, നല്ല കുടം പോലെ ആ ഒരു മാസ്ക് ഇരിക്കും. അപ്പോൾ ഞാൻ 2 സൈഡും ഫ്ലീറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്തത്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മാസ്ക് നല്ല പൊങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ കോട്ടൺ തുണിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ, മാസ്ക് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത്. കണ്ടോ, ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു വള്ളി പിടിപ്പിക്കലാണ്. അപ്പോൾ ഫ്ലീറ്റൊക്കെ എടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ അയൺ ചെയ്യുന്നതൊന്നുമില്ല, അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഇതായിട്ടുണ്ട്. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത് എടുത്താൽ മതിയാവും. ഇനി നമ്മളിത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, വള്ളി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈഡൊന്ന് മടക്കുവാണ്. സൈഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സൈഡേ ഉണ്ടാവുള്ളൂ. ആ ഒരു സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കൈത്തയ്യൽ ഒരു 4 തയ്യൽ തയ്ക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. മെഷീൻ വേണമെങ്കിലും അടിക്കാം. മെഷീനിൽ കൊണ്ട് വെക്കേണ്ട അത്രയും പോലും തയ്യൽ വരില്ല. ഒരു 4 തയ്യൽ തയ്ച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനത് കാണിക്കാം. സാധാരണ നമ്മൾ തയ്ക്കുന്ന ഒരു സിമ്പിൾ തയ്യൽ തന്നെയാണ് ഇവിടെ തയ്ക്കുന്നത്. ജസ്റ്റ് ഒരു 4 തയ്യൽ തയ്ച്ചിട്ട് നല്ല ടൈറ്റാക്കി കെട്ടിട്ട് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ 2 സൈഡും തയ്ക്കുക. തയ്ച്ചിട്ടാണ് നമ്മളിതിലേക്ക് വള്ളി പിടിപ്പിക്കുന്നത്. അപ്പോൾ ഞാനത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്.
അപ്പം എന്താ രണ്ട് സൈഡും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എലാസ്റ്റിക് പിടിപ്പിക്കണം. അപ്പോൾ എലാസ്റ്റിക് ഞാനിപ്പോൾ വൈറ്റ് കളറാണ് ഇതിലേക്ക് പിടിപ്പിക്കുന്നത്. ഇതുപോലെ എലാസ്റ്റിക് ആവശ്യമുള്ള അളവിൽ എടുക്കുക. അതിനുശേഷം ഒന്ന് കെട്ടിക്കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡിലും അതിനകത്തേക്ക് കയറ്റിയിട്ട് ഞാനിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കെട്ടുള്ള ഭാഗം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം ആ ഒരു മടക്കുള്ള ഭാഗത്തേക്ക് കയറ്റി വയ്ക്കുക. അപ്പം ആരും സ്റ്റിച്ചോ അല്ലെങ്കിൽ കെട്ടോ ഒന്നും ആരും കാണില്ല, വൃത്തിക്ക് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് നമ്മുടെ സൈസ് വെച്ച് നോക്കിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഡ്രസ്സിന് മാച്ചായിട്ട് വെച്ചിട്ട് പോകാമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും, കാണാനൊരു ഭംഗിയായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഡ്രസ്സിന് മാച്ചായിട്ടുള്ള മാസ്കാണ് തയ്ച്ചത്. പക്ഷേ അതിൻ്റെ ബാക്കി തുണിയല്ല കേട്ടോ, ഇത് വേറൊരു ഡ്രസ്സിൻ്റെ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ മാച്ചാവുമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ളൊരു മാസ്ക് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരിയായോ ഇല്ലയെന്ന് എനിക്ക് കമൻസ് ആയിട്ട് ഇത് അറിയിക്കുകയും വേണം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആ ഒരു ലാസ്റ്റ് മാസ്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസ്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മാസ്ക് വെക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാവോ എന്ന്, അതും കൂടെ ഉൾപ്പെടുത്താമായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ച് പുറത്ത് പോയപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പം താങ്ക് യു.